ഹായ് ഓൾ. ഇന്ന് നമ്മൾ എന്താ പറയുക, നെറ്റിൻ്റെയും ഗേറ്റിൻ്റെയും അടുത്ത ഒരു സബ്ജക്റ്റിലേക്ക് സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ആണ് കേട്ടോ. സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് അല്ലെങ്കിൽ നമുക്ക് കണ്ടൻസ്ഡ് ഫിസിക്സ് എന്ന് പറയാം. കണ്ടൻസ്ഡ് ഫിസിക്സ്. ഓക്കെ. അപ്പം ടൈമിൻ്റെ ഒരു കുറവ് കൊണ്ടാണ് വീഡിയോയ്ക്ക് നമ്മളിപ്പോൾ ലൈവായിട്ട് തന്നെ അങ്ങ് എടുത്ത് അപ്ലോഡ് ചെയ്ത് പോകുന്നത് കേട്ടോ. കാരണം ടൈം കുറച്ച് കുറവാണ്, അതുകൊണ്ട് മാത്രം. എന്നാലും കുഴപ്പമില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് തന്നെ പറഞ്ഞു പോകും. അപ്പോൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ ഗേറ്റിന് അപ്ലൈ ചെയ്തു എന്ന് കേട്ടോ. ഗേറ്റ് 2026 അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുന്നു. 28 സെപ്റ്റംബർ വരെയായിരുന്നു വിത്തൗട്ട് ഫൈൻ. അത് കഴിഞ്ഞ് ഒക്ടോബറിലും കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണെങ്കിലും ഗേറ്റിന് അപ്ലൈ ചെയ്തിടണം. എഴുതുന്നത് കൊണ്ട് നമുക്ക് ആർക്കും നഷ്ടമില്ല അല്ലേ, അറ്റൻഡ് ചെയ്തിടുന്നത് കൊണ്ട്. ഇപ്പോൾ ഫീയുടെ കാര്യമാണെങ്കിൽ ഫീ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ എന്താണേലും എന്ത് ചെയ്യുക, എക്സാം എഴുതുക തന്നെ മിസ്സ് പറയുള്ളൂ. കാരണം വൺസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ്. എപ്പോഴും എല്ലാ മക്കളും കൂടുതലും നമ്മൾ ഫിസിക്സുകാരല്ലേ, അപ്പം നമ്മൾ കൂടുതലും നമുക്ക് കുട്ടികൾക്ക് അറിയുന്നത് CSIR നെറ്റിനെ കുറിച്ച് മാത്രമാണ്. CSIR നെറ്റ് അതിൽ നെറ്റ് കിട്ടിയാൽ ലെക്ചർഷിപ്പ് കിട്ടുമെന്നും CSIR വിത്ത് JRF കിട്ടുവാണെങ്കിൽ റിസർച്ചിന് പോകാമെന്നും സ്റ്റൈഫൻഡോടെ അങ്ങനെയൊക്കെ കുട്ടികൾക്ക് അറിയുള്ളൂ. ഗേറ്റിൻ്റെ പ്രാധാന്യം കൂടുതലും ഫിസിക്സുകാർക്കോ കെമിസ്ട്രിക്കാർക്കോ ഒന്നും അറിയില്ല. അവർക്ക് ബിടെക്കുകാർക്കാണ് കൂടുതലും ഗേറ്റിനെ കുറിച്ച് അറിയുന്നത്. പക്ഷേ വൺസ് നിങ്ങൾ ഗേറ്റിൽ ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ പോലും നിങ്ങൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജുകളിൽ പോലും എംടെക്കിന് വേണമെങ്കിൽ നിങ്ങൾക്ക് കയറാം. MS കഴിഞ്ഞ് എന്തിനാണ് എംടെക്കിന് കയറുന്നതെന്ന് വെച്ചാൽ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ചെറിയ കോഴ്സ് എടുത്ത് കയറുന്നതിലും ഭേദമാണ് ഫീ ഒന്നും കൊടുക്കാതെ എംടെക്കിന് കയറിയിട്ട് അതിൽ നിന്ന് നമ്മൾ വീണ്ടും മുമ്പിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല മാർക്ക് കിട്ടുവാണെങ്കിൽ റിസർച്ച് ചെയ്യാം. റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ CSIR തരുന്ന അതേ സ്റ്റൈഫൻഡ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഗേറ്റ് എക്സാം എഴുതി കഴിഞ്ഞ് നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ 3 വർഷത്തിനുള്ളിൽ നമുക്ക്, അതായത് 3 വർഷം വരെ നമ്മുടെ ആ ഒരു സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ 3 വർഷത്തിനുള്ളിൽ നമുക്ക് എവിടെയെങ്കിലും കയറിയാൽ മതിയാകും. അപ്പോൾ ആ സമയം കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് ഏതായാലും ഗേറ്റ് കിട്ടി, ഇനി ഞാൻ ഒന്നും കൂടെ ഒന്ന് CSIR നെറ്റിന് ട്രൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നിന്നാലും നിങ്ങൾക്ക് വറി ചെയ്യേണ്ട കാര്യമില്ല. മിസ് എന്താ ഈ ഗേറ്റിനെ കുറിച്ച് ഇത്രയും പറയുന്നതെന്ന് വെച്ചാൽ, ഗേറ്റാണ് നെറ്റിനെക്കാട്ടിലും കുറച്ചും കൂടി എളുപ്പമുള്ളത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് ഗേറ്റ്. പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നൊരു എക്സാം അല്ല CSIR നെറ്റ്. പക്ഷേ ക്രാക്ക് ചെയ്യാതിരിക്കാനും വൺസ് നിങ്ങൾ ഒരിക്കൽ ക്രാക്ക് ചെയ്യും. പക്ഷെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമാണെടാ. കാരണം അത് കുറച്ചും കൂടെ വൈഡാണ്. നമുക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടോ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാത്തതുകൊണ്ടോ അല്ല, അത് കുറച്ചും കൂടെ വൈഡാണ്. നമുക്ക് അതിന് മാത്രം സമയം വേണം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഗേറ്റിനും കൂടെ ഒന്ന് അപ്ലൈ ചെയ്തിടണം. ഗേറ്റ് CSIRനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. പണ്ടൊക്കെ കുറേ കൂടി എളുപ്പമായിരുന്നു, ബേസിക് മാത്രം പഠിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ അത് CSIRൻ്റെ ലെവലിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് തന്നെ അത് ഫുള്ള് CSIRൻ്റെ ലെവലിലേക്ക് വരുന്നതിന് മുമ്പ് അത് ക്രാക്ക് എടുക്കുന്നതാണ് നല്ലത്. എൻ്റെ മക്കൾ ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ മിസ് പറയാണ് ഗേറ്റിനും കൂടെ ഒന്ന് അപ്ലൈ ചെയ്തിടണം. അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ചിലവർക്കിതും പറഞ്ഞ് മനസ്സിലാക്കാൻ ആരും ഇല്ല, അതുകൊണ്ട് ആരും ഗേറ്റിൻ്റെ അത്രയും പ്രാധാന്യം കൊടുക്കത്തില്ല. എന്താണെങ്കിലും ഗേറ്റിന് കൊടുത്തിടണം എന്ന് പറയാം കേട്ടോ. ഇനി ഒരു കാര്യം, രണ്ടാമത്തെ അപ്ഡേഷൻസ് ഒന്ന് പറഞ്ഞോട്ടെ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ CSIR നെറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഡിസംബർ 18 എക്സാം എന്നാണ് മിസ് നോക്കിയപ്പോൾ കണ്ടത്. നിങ്ങളൊന്നുകൂടെ നോക്കുക. വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഒന്ന് നോക്കട്ടെ, കമൻറ്റിൽ ഇടാൻ പറ്റുമെങ്കിൽ ഇടാം. അതിൽ കയറി നിങ്ങൾ എന്ത് ചെയ്യുക, CSIR നെറ്റിന് അപ്ലൈ ചെയ്യുക കേട്ടോ. ഡിസംബർ 18. ഇപ്പം എന്നേ ഇത് തുറന്നിട്ടുണ്ട് പോർട്ടലിലൊക്കെ. അപ്പം നിങ്ങൾ കറക്റ്റ് അതെല്ലാം ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ മൂന്നാമത്തെ അപ്ഡേഷൻ എനിക്ക് പറയാനുള്ളത്, മൂന്നാമത്തെ അപ്ഡേഷൻ എനിക്ക് പറയാനുള്ളത് TIFR ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെ TIFRനും കൂടെ വിളിച്ചിട്ടുണ്ട്. അതും PhD പൊസിഷൻസിലേക്ക് തന്നെയുള്ളതാണ്. TIFR എനിക്കൊന്ന് ഡിസംബർ 14 തോന്നുന്നു. ഇത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതും കൂടെ കൊടുത്തിടുക കേട്ടോ. TIFR അറിയത്തില്ലെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മിസ് ഈ തവണ നോക്കുന്നത് ഗേറ്റിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഗേറ്റ്, CSIR നെറ്റ്, TIFR കൊടുക്കുക. അതുപോലെ തന്നെ ബാർക്ക് എക്സാമിന് ടൈം എപ്പോഴാണെന്ന് നോക്കുക. ബാർക്ക് എക്സാം ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, ബാർക്ക് എക്സാം എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊന്ന് പറയണം എന്നുണ്ടായിരുന്നു. ഇനി ഒരു കാര്യം നോക്കിയേ. ഇനി സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ് എന്ന് പറയുമ്പം ഗേറ്റിന് 12 തൊട്ട് 13 മാർക്ക് വരെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അതായത് NDA ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ 2 ക്വസ്റ്റ്യൻസ് എന്താണെങ്കിലും വരും.
ഓക്കെ, ഇനി എം എസ് ക്യൂവിലും എം സി ക്യൂവിലും 3 ക്വസ്റ്റ്യൻസ് വരും. 3, 4, 5. അപ്പോൾ ടോട്ടൽ 5 ക്വസ്റ്റ്യൻസ് കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സിൽ നിന്ന് ഗേറ്റിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഗേറ്റിൽ ചോദിക്കും. പക്ഷേ CSIR നെറ്റിൽ ആകെ പാർട്ട് സിയിൽ 15 മാർക്കിനുള്ള ക്വസ്റ്റ്യനുമായിരിക്കും ചോദിക്കുക. അപ്പോൾ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിന് ഗേറ്റിന് നല്ല പ്രാധാന്യം ഉണ്ടെന്നാണ് മിസ് പറഞ്ഞത്. ഇത്രയും മാർക്ക് നമുക്ക് കിട്ടിയാൽ അത്രയും ആയല്ലോ. ഞാനിന്ന് ഏതായാലും ലാസ്റ്റ് ടോപ്പിക്കിലാണ്. ഇതിൻ്റെ ഏകദേശം ഒരു ലാസ്റ്റ് ടോപ്പിക്ക് എന്തോ ആണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. CSIR നെറ്റിന് അത്ര പ്രാധാന്യമുള്ള ടോപ്പിക്കാണെന്ന് തോന്നുന്നില്ല, കാരണം പ്രീവിയസ് ഇയർ ഒന്നും കണ്ടില്ല. പക്ഷേ ഗേറ്റിന് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഭയങ്കര സിമ്പിളാണ്, അധികം സമയമൊന്നും ഇതിന് എടുക്കേണ്ട കാര്യമില്ല കേട്ടോ. നോക്കിയേ, ദാറ്റ് ഈസ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. അപ്പം മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് വെച്ചാൽ ശരിക്കും അപ്പം ആദ്യം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എവിടെ നിന്നാണ് ഉണ്ടായെന്നാണ് പറയുന്നത്. ശരിക്കും മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ക്വാണ്ടം ബിഹേവിയർ, ഇലക്ട്രോണിൻ്റെ ക്വാണ്ടം ബിഹേവിയറിൽ നിന്നാണ് അറൈസ് ചെയ്തേക്കുന്നത്. ഇത് നിങ്ങൾക്കിപ്പം മിസ് ക്യാമറ ഇങ്ങനെ പിടിച്ചേക്കുന്നത് കൊണ്ട് ഇത് ഷേക്ക് ആവുകയാണെങ്കിൽ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ജസ്റ്റ് ഞാൻ പറയുന്ന ഒരു സ്റ്റോറി പോലെ കേൾക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്നും ഏതായാലും ഗേറ്റിന് ചോദിക്കില്ല, പക്ഷെ അറിഞ്ഞിരിക്കണം. അപ്പം ഒരു സോളിഡ്സിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ ഇലക്ട്രോണിൻ്റെ ബിഹേവിയറിൽ നിന്നാണ്. ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ സ്പിന്നും ഓർബിറ്റൽ മോഷൻ ഇൻ ആറ്റംസ് ആണ്. അപ്പോൾ ഒരുപാട് ടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻസ് ഉണ്ട് മാഗ്നറ്റിക് പ്രോപ്പർട്ടി, അതായത് ഒരു സോളിഡ്സിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ മാഗ്നറ്റുമായിട്ട് അതെങ്ങനെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ അതെങ്ങനെ ബിഹേവ് ചെയ്യും അത് മനസ്സിലാക്കി അതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഹാർഡ് ഡ്രൈവ് തൊട്ട് MRI മെഷീൻസ്, MRI എന്ന് വെച്ചാൽ മാഗ്നറ്റിക് റെസൊണൻസ് അല്ലേ, അപ്പം ആ ഒരു MRI മെഷീൻസിൽ പോലും നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ കറക്റ്റായി കാണുമെന്ന് വിചാരിക്കണം കേട്ടോ. പെട്ടെന്ന് നോക്കിയേടാ, ഭയങ്കര സിമ്പിൾ, അധികം സമയം നമ്മൾ കളയണ്ട. മിസ്സിൻ്റെ കൂടെ തന്നെ ഇത് പഠിച്ചു പോകാൻ നോക്കുക കേട്ടോ. ഇനി അടുത്തത് ഞാൻ പറയുന്നത്, അപ്പോൾ എന്താ മിസ് ഇപ്പോൾ പറഞ്ഞത്, മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിൻ്റെ ക്വാണ്ടം ബിഹേവിയർ ഓഫ് ഇലക്ട്രോൺ, അതായത് ഇലക്ട്രോണ് സ്പിന്നും ഉണ്ട്, അതുപോലെ തന്നെ ഓർബിറ്റൽ മോഷനും ഉണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ പറയുന്നത്. ഇനി മാഗ്നറ്റിസം എന്ന് പറയുന്നത് എന്താടാ? മാഗ്നറ്റിസം എന്ന് പറയുന്നത് മാഗ്നറ്റിസം എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജിൻ്റെ മോഷൻ കാരണമാണ്, അല്ലെങ്കിൽ അറൈസ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇലക്ട്രിക് ചാർജിൻ്റെ മോഷൻ എന്ന് പറയുന്നത് എന്താടാ? ഇലക്ട്രോൺസ് ആണ്. അതായത് നമുക്കറിയാം മൂവിങ് ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് കറണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻ ദ സെയിം വേ തന്നെ മാഗ്നറ്റിസവും അതിൻ്റെ മോഷൻ മൂലമാണ്, ഇലക്ട്രോൺ ആണ് ഇതിനെല്ലാം കാരണം എന്നാണ് പറയുന്നത്. സോളിഡ്സിൽ മാഗ്നറ്റൈസേഷൻ 2 മെയിൻ സോഴ്സുകളിൽ നിന്നാണ് ഉണ്ടാകുന്നത്, ഓർബിറ്റൽ മോഷൻ, സ്പിൻ. അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനിയും ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ആറ്റംസ് എല്ലാം തന്നെ ടൈനി മാഗ്നറ്റുകളായിട്ട് ബിഹേവ് ചെയ്യും. അതിനെ നമ്മൾ പറയുന്നതാണ് മാഗ്നറ്റിക് ഡൈപോൾ. അതായത് നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ, ഡൈപോൾ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും സെപ്പറേഷനിൽ നിൽക്കുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ എല്ലാ ആറ്റംസും ഒരു ചെറിയ ടൈനി ആയിട്ടുള്ള മാഗ്നറ്റായിട്ട് ബിഹേവ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ടൈനി ആയിട്ടുള്ള മാഗ്നറ്റായിട്ട് ബിഹേവ് ചെയ്യും. ഇതാണ് മാഗ്നറ്റിക് ഡൈപോൾ. ആൻഡ് ഹൗ ദീസ് ഡൈപോൾ ഇൻട്രാക്ട് വിത്ത് എക്സ്റ്റേണൽ ഫീൽഡ് ഓർ വിത്ത് ഈച്ച് അതർ ഗീവ് റൈസ് ടു മാഗ്നറ്റിക് പ്രോപ്പർട്ടി. ഇപ്പോൾ എന്താണ്, ഓരോ ആറ്റംസും ടൈനി ആയിട്ടുള്ള മാഗ്നറ്റുകളായിട്ട് ബിഹേവ് ചെയ്യും. മിസ് ചുമ്മാ ഇങ്ങനെ ആരോ ഇട്ട് കാണിക്കുക, ഇതാണ് എൻ്റെ ടൈനി മാഗ്നറ്റ്. ഈ ടൈനി മാഗ്നറ്റ് ഞാൻ പുറത്തുനിന്നൊരു ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ, അതാണ് മിസ് എന്ന് പറയുന്നത്. അപ്പോൾ പുറത്തുനിന്നൊരു ഈ ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, അതാണ് ശരിക്കും മാഗ്നറ്റിക് പ്രോപ്പർട്ടി. ഇപ്പം മിസ് ഒരു എക്സാമ്പിൾ പറയട്ടെ. മിസ്സിൻ്റെ കയ്യിൽ ഒരു കുട്ടി കുറേ ആറ്റംസ് കൊണ്ട് തന്നിട്ട് മിസ്സിനോട് പറയുകയാണ്, ഇതൊന്ന് മിസ് എന്ത് ചെയ്യണം, ഇതൊന്ന് ക്ലാസിഫൈ ചെയ്ത് തരാമോ, എൻ്റെ കയ്യിൽ കുറേ ഇതുണ്ട്, ഇതെല്ലാം കൂടി എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, അപ്പോൾ എനിക്ക് ഓരോ കാറ്റഗറി ആയിട്ടൊന്ന് ആക്കി തരാമോ എന്നൊരു കുട്ടി വന്ന് ചോദിക്കുകയെന്ന് വിചാരിച്ചോ. മിസ്സിൻ്റെ കയ്യിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കാനുള്ള ഒരു കഴിവുണ്ട്. അപ്പം കുറേ സോളിഡ്സ് അല്ലെങ്കിൽ കുറേ ആറ്റംസ് ഇങ്ങോട്ട് കൊണ്ട് തന്നപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ ഇതെങ്ങനെ ഞാൻ ക്ലാസിഫൈ ചെയ്യും, കളറൊക്കെ വെച്ച് ക്ലാസിഫൈ ചെയ്യാൻ പോയാൽ കുറേ നേരം എടുക്കും, അല്ലെങ്കിൽ വേറെ പ്രോപ്പർട്ടി ഭയങ്കര പാടാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ മാഗ്നറ്റിക് ഫീൽഡുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ തന്നേക്കുന്ന സോളിഡ്സിൽ മൊത്തം മാഗ്നറ്റിക് ഫീൽഡിനെ അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന്. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പം എന്ത് സംഭവിക്കുമെന്നനുസരിച്ച് ഓരോരോ കാറ്റഗറീസായിട്ട് ആറ്റത്തിനെ അല്ലെങ്കിൽ സോളിഡ്സിനെ തിരിക്കാമെന്ന് മിസ് വിചാരിച്ചു. അങ്ങനെ മിസ് തിരിക്കുമ്പോൾ ഉണ്ടാവുന്ന കാറ്റഗറിയാണ് ഡയാമാഗ്നറ്റിക് സോളിഡ്സ്, അല്ലെങ്കിൽ ഡയാമാഗ്നറ്റിസം, പാരാമാഗ്നറ്റിസം, ഫെറോമാഗ്നറ്റിസം, ഫെറിമാഗ്നറ്റിസം ആൻഡ് ആൻറ്റി ഫെറോമാഗ്നറ്റിസം. ഓൾറെഡി നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, അതിലേക്ക് നമുക്ക് വരാം. ഇനി അടുത്തത് ജസ്റ്റ് ഒന്ന് നോക്കിയേ. മാഗ്നറ്റിക് ഡൈപോൾ എന്താ? ഒരു സിസ്റ്റം ഈസ് എ സിസ്റ്റം ദാറ്റ് ക്രിയേറ്റ് ബി എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ്, സിമിലർ, ഇതെന്ന് വെച്ചാൽ ഇങ്ങനെ എഴുതുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ, സിമിലർ
ഓക്കെ, സിമിലർ ടു എ ടൈനി ബാർ മാഗ്നറ്റ്. അതായത് ഒരു സിസ്റ്റം എന്ത് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും ഒരു ടൈനി ബാർ മാഗ്നറ്റ് പോലെ. അതിനൊരു നോർത്ത് പോളും കാണും, സൗത്ത് പോളും കാണും, ഒരു മാഗ്നറ്റിക് മൊമെൻറ്റും കാണും. അപ്പോൾ മാഗ്നറ്റിക് ഡൈപോൾ എന്ന് വെച്ചാൽ സെപ്പറേഷൻ, നോർത്ത് സൗത്ത് എന്ന് പറയുന്നത് സെപ്പറേഷൻ, മാഗ്നറ്റിക് സെപ്പറേഷൻ. ഇലക്ട്രിക് ഡൈപോൾ എന്ന് വെച്ചാൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജുകൾ തമ്മിൽ സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്ന ഒരു വസ്തു. മാഗ്നറ്റിക് ഡൈപോൾ എന്ന് വെച്ചാൽ നോർത്ത് പോളും സൗത്ത് പോളും സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്ന ഒരു വസ്തു. ഇനി മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് എന്താ, ഇതെല്ലാം വായിക്കണം എന്നില്ല. മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് എം എപ്പോഴും ഉദ്ദേശിക്കുന്നത് ഒരു വസ്തുവിൻ്റെ ആ സോളിഡിൻ്റെ ഓറിയൻറ്റേഷനെ കുറിച്ചൊക്കെ ആയിരിക്കും പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കിയേടാ. ഒരു ചാർജ് ക്യൂവ് ഒരു സർക്കുലർ ലൂപ്പ് ഓഫ് റേഡിയസ് ആറിൽ കൂടി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. വിത്ത് ആംഗുലാർ വെലോസിറ്റി ഒമേഗയാണ്. എന്ന് വെച്ചാൽ എന്താ മക്കളെ, നമ്മുടെ കയ്യിലുള്ള ഇലക്ട്രോണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആറ്റത്തിൻ്റെ അകത്ത്. അതൊരു മാഗ്നറ്റിക് മൊമെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊമെൻ്റാണ് ആക്ച്വലി മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്. അപ്പോൾ ഇലക്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊമെൻ്റാണത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്, അല്ലെങ്കിൽ എം എപ്പോഴും നമ്മൾ പറയുന്നത് I/A ആണ്. I എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമല്ലോ. അപ്പം എ എന്ന് പറയുന്ന ഏരിയ ആണ്, ഐ എന്ന് പറയുന്ന പെർട്ടിക്കുലർ ആയിട്ടുള്ള കറണ്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ലെ വേറൊരു രീതിയിൽ പറഞ്ഞാൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്, അപ്പോൾ എപ്പോഴും ഓർത്തോണം മൊമെൻ്റ് ആണ്, ലെറ്റർ എം ആണ്. അതെന്ന് പറയുന്നത് മെഷർ ഓഫ് സ്ട്രെങ്ത് ആൻഡ് ഓറിയൻറ്റേഷൻ ഓഫ് മാഗ്നറ്റിക് സ്ട്രെങ്ത് വിച്ച് ഓഫ് ദി ആറ്റോമിക് ലെവൽ. ഇത്ര മാത്രം ഓർത്താൽ മതി. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഓറിയൻറ്റേഷൻ, ഒരു സോളിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്തിനെയോ ഓറിയൻറ്റേഷനെയോ ആണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് കാണിക്കുന്നത്. ഈ ഇക്വേഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. എം എന്ന് പറയുന്നത് E/2mE എന്ന് വെച്ചാൽ അതെന്താണ്, ബോർ മാഗ്നറ്റോൺ അല്ലേ. H/2mE ആണ് ബോർ മാഗ്നറ്റോൺ. ഓക്കെ, ഇനി അടുത്തത് ഓർക്കേണ്ടത്, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഇതൊന്നും എല്ലാം ഒന്നും എഴുതി വെക്കണ്ട കേട്ടോ, ഇക്വേഷൻ മാത്രം ഒന്ന് ഓർത്താൽ മതിയാവും. ഇനി ഇൻട്രാക്ഷൻ വിത്ത് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു കാര്യം ഓർത്തോണം, പൊട്ടൻഷ്യൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിനെ വിത്ത് റെസ്പെക്ട് ടു എനർജി കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഈ ഇക്വേഷൻ ഇങ്ങനെയൊന്ന് വേണമെങ്കിൽ എഴുതിക്കോ, U = -mb.b. അതായത് ഇത് ബോർ മാഗ്നറ്റോൺ μb.b അല്ലെങ്കിൽ U = -m.b. ഇപ്പം തന്നെ പഠിച്ചു വെച്ചോ. U എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ എനർജി, ഒരു മാഗ്നറ്റിക് ഡൈപോൾ അല്ലെങ്കിൽ മാഗ്നറ്റൈസേഷൻ്റെ ഒരു സോളിഡ് തന്നിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തന്നിട്ട് മാഗ്നറ്റൈസേഷൻ ആണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അതിൻ്റെ എനർജി കണ്ടുപിടിക്കാൻ പറയുമ്പോൾ എൻ്റെ മക്കൾ U = -m.b. നമ്മൾ MP എന്നൊക്കെ പറയില്ലേ, MB, അതുപോലെ തന്നെ MB. ഇനി മാഗ്നറ്റിക് സസെസിബിലിറ്റിയും സ്ട്രെങ്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് ഒരു സോളിഡ് എത്രമാത്രം മാഗ്നറ്റൈസ് ആയി, എത്രമാത്രം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്നുള്ളതിനെ സസെസിബിലിറ്റി, അത് സൈ എന്ന് പറയുന്നൊരു ലെറ്ററാണ്. സസെസിബിലിറ്റി ടെൽസ് ഹൗ മച്ച് എ മെറ്റീരിയൽ ഗെറ്റ്സ് മാഗ്നറ്റൈസ്ഡ്. ഇതൊക്കെ നമ്മളുണ്ടല്ലോ ഇതിൽ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. ഇൻ്റർവ്യൂവിന് പോയില്ലെങ്കിലും നമുക്ക് ഭയങ്കര രസമല്ലേ, ബേസിക് അല്ലേ ഇതൊക്കെ. അപ്പോൾ സസെസിബിലിറ്റി എന്ന് പറയുന്നത് എന്താ, അപ്പോൾ ഞാൻ പറയാണ് 1 ആണ് കേട്ടോ ഈ സോളിഡിൻ്റെ. അപ്പോൾ കുറേ സോളിഡ് ഒരു കുട്ടി മിസ്സിൻ്റെ തന്നു എന്ന് പറഞ്ഞുല്ലോ. അപ്പോൾ ആ സോളിഡ്സിനെ മിസ് എന്ത് ചെയ്യാൻ പോവാണ്, സസെസിബിലിറ്റിയുടെ അനുസരിച്ച് എന്ത് ചെയ്യാൻ പോവാണ്, ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സസെസിബിലിറ്റി 1 ആണെന്ന് പറയുകയാണെങ്കിൽ എന്താ പറയാൻ പറ്റുക, അപ്പോൾ സസെസിബിലിറ്റി 1 ഉള്ള കുറച്ച് സോളിഡ്സിനെ ക്ലാസിഫൈ ചെയ്തു, സസെസിബിലിറ്റി <1 ഉള്ളതിന് അങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ സസെസിബിലിറ്റി എന്ന് പറയുന്നത് ഹൗ മച്ച് എ മെറ്റീരിയൽ ഗെറ്റ്സ് മാഗ്നറ്റൈഡ്. അതായത് മിസ് ഒരു എക്സ്റ്റേണൽ ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് എത്രമാത്രം ഒരു സോളിഡ് മാഗ്നറ്റൈസ്ഡ് ചെയ്യും. ചിലവർ നന്നായിട്ട് മാഗ്നറ്റൈസേഷൻ കാണിക്കും, ചിലവർ കുറവേ കാണിക്കുള്ളൂ, ചിലവർ ഒട്ടും കാണിക്കില്ല, അങ്ങനെ. ഇനി മാഗ്നറ്റിക് പെർമിബിലിറ്റി മ്യൂ ആണ്. മ്യൂ എന്ന് പറയുന്നത് അതും എത്രമാത്രം മാഗ്നറ്റൈസ്ഡ് ആയി, അല്ലെങ്കിൽ ഹൗ ഈസിലി അല്ല മാഗ്നറ്റൈസ്ഡ് ആയി എന്നല്ല, എത്രമാത്രം എളുപ്പത്തിൽ. ഒരു രീതിയിൽ പറഞ്ഞാൽ ഇത് സസെസിബിലിറ്റി എന്ന് പറയുന്നൊരു ക്ലൂ പറഞ്ഞുതരാം. സസെസിബിലിറ്റി എന്ന് പറയുന്ന മെഷറിനെ കാണിക്കുന്നു വിചാരിക്കുക, എത്രമാത്രം മാഗ്നറ്റൈസ് ആയി. ഇനിയും പെർമിബിലിറ്റി എന്ന് വെച്ചാൽ ഹൗ ഫാസ്റ്റ്, എത്ര പെട്ടെന്ന് അല്ലെങ്കിൽ ഹൗ ഈസിലി നടക്കും. അപ്പം പെർമിബിലിറ്റി മ്യൂ ആണ്. μr എന്ന് വെച്ചാൽ റിലേറ്റീവ് പെർമിബിലിറ്റി ആണ്. മ്യൂ എന്ന് പറയുന്നത് പെർമിബിലിറ്റി ആണ്. ഇപ്പോൾ പെർമിബിലിറ്റി കാണാനായിട്ട് 1-2 ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഒരു ഇക്വേഷൻ നേരത്തെ ഞാൻ പറഞ്ഞത് എം അല്ലായിരുന്നല്ലോടാ, എന്തായിരുന്നു, MB എന്ന് മിസ് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, U = -MB. അതുപോലെ തന്നെ ഓർത്ത് വെക്കണം B B. ബിയുടെ കൂടെ എപ്പോഴും മ്യൂ ഉണ്ടെന്ന് ഓർക്കാം. അപ്പോൾ ബിയുടെ ഇക്വേഷൻ ബി എന്ന് പറയുന്നത് മ്യൂ എച്ച്. ഇനി മ്യൂ എന്ന് പറയുന്നത് μ0 μr ആണ്. μ0 μr ഒന്ന് കാണിച്ചു തരാം. ഇവിടെ മാത്രം നോക്കാം കേട്ടോ, നോക്കിയേടാ.
ബി ഈസ് ഈക്വൽ ടു മ്യൂ എച്ച് ആണ്. മ്യൂ എന്ന് പറയുന്ന പെർമിബിലിറ്റി രണ്ട് തരത്തിലുണ്ട്. മ്യൂ സീറോ ഫ്രീ സ്പേസിനും ഉണ്ട്, റിലേറ്റീവ് പെർമിബിലിറ്റി ഉണ്ട്, ഇൻറ്റു എച്ച്. ഇനി റിലേറ്റീവ് പെർമിബിലിറ്റി എനിക്ക് ഓൾറെഡി അറിയാം. ഞാൻ പറയാണ് 1 + psi, അതായത് സസെസിബിലിറ്റി +1 ആണ് മ്യൂ ആർ ഇൻറ്റു എച്ച് എന്ന് എഴുതി. അപ്പോൾ ഇതാണ് ഒരു ഇക്വേഷൻ. മ്യൂ സീറോ എന്ന് പറയുന്നത് ഫ്രീ സ്പേസ് ആണ്. ഫ്രീ സ്പേസിലെ പെർമിബിലിറ്റി അതിൻ്റെ വാല്യൂ 4π × 10⁻⁻⁷ h/m ആണ്. ഇതൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്, നോക്കാം. കണ്ടോ? ഇത് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് നോക്കുക കേട്ടോ. മിസ് ഇപ്പോൾ എങ്ങനെ എഴുതിയെന്ന് ഒന്നുമില്ല, എളുപ്പമാണ്. ഇനി ഹിസ്റ്റീരിയസ് ലൂപ്പ് എന്ന് പറയുന്നത് റെലവൻറ്റ് ഓൺലി ഫോർ ഫെറോ മാഗ്നറ്റ്സിന് മാത്രമേ ഹിസ്റ്റീരിയസിൻ്റെ ആവശ്യമുള്ളൂ. ഫെറോ മാഗ്നറ്റ്സ് എന്ന് വെച്ചാൽ പെർമനൻ്റ് ആയിട്ടുള്ള മാഗ്നറ്റുകളാണ്. മാഗ്നറ്റിക് ഫീൽഡ് മാറ്റിയാൽ പോലും അവർക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല. പിന്നെ ക്യൂരീസ് ലോ, അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ക്യൂരീസ് ലോ എപ്പോഴും ഇപ്പോൾ ക്യൂരീസ് ലോ ആണെങ്കിലും എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്ന ഫെറോയ്ക്കും പാരായ്ക്കും മാത്രമേ ഉള്ളൂ. അതിലേക്ക് നമുക്ക് വരാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ വീസസ് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് ഓഫ് ഇൻറ്റേർണൽ മോളിക്കുലർ ഫീൽഡിനെ കുറിച്ചാണ്. അത് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഇതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ 1-2 കാര്യങ്ങളാണ് ഇവിടെ നോക്കാനുള്ളത്. ബി ഈസ് ഈക്വൽ ടു മ്യൂ സീറോ എച്ച് എന്ന് പറയുന്ന ഇക്വേഷൻ ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ അപ്പോൾ ഇതെന്ന് പറയുന്ന നോർമലായിട്ട് നമ്മൾ പറയുന്ന ഇക്വേഷൻ ഇത് ഇനി ഇതാണ് നമ്മുടെ ജനറലായിട്ടുള്ള ഇക്വേഷൻ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ മ്യൂ സീറോ ഇൻറ്റു എച്ച് എന്ന് പറയുന്നത്. മ്യൂ സീറോ ഇൻറ്റു എച്ച്, മ്യൂ ഇൻറ്റു എച്ച് അല്ല ജനറൽ ഇക്വേഷൻ, മ്യൂ സീറോ ആണ്. മ്യൂ സീറോ എന്ന് വെച്ചാൽ 4π × 10⁻⁷ h/m. അടുത്ത ലീനിയർ വേറൊരു ഇക്വേഷനാണ്. അല്ല ഒരു മിനിറ്റ്, ഇത് ജനറൽ ഇക്വേഷൻ അല്ല. ഇതൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. ഇതാണ് ശരിക്കും ജനറൽ ഇക്വേഷൻ എന്ന് വെച്ചാൽ മ്യൂ സീറോ എച്ച് അല്ല, മ്യൂ സീറോ എച്ച് + m ആണ്. എം എന്ന് പറയുന്ന മാഗ്നറ്റൈസേഷനെയും എച്ച് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫീൽഡ് സ്ട്രെങ്തിനെയും കാണിക്കുന്നു. അപ്പോൾ എൻ്റെ മക്കൾ ഓർത്തെ ബി ഈസ് ഈക്വൽ ടു മ്യൂ സീറോ എച്ച്. അടുത്ത ജനറൽ ഇക്വേഷൻ ബി ഈസ് ഈക്വൽ ടു മ്യൂ സീറോ, അതായത് ഒരു മാഗ്നറ്റൈസേഷൻ തന്നിട്ട് മാഗ്നറ്റൈസേഷനും എച്ചും ഒക്കെ ഗിവൺ ചെയ്തിട്ട് ബി കണ്ടുപിടിക്കുന്ന കേസിലാണ് ബി ഈസ് ഈക്വൽ ടു മ്യൂ സീറോ എച്ച് + m എന്ന് ഉപയോഗിക്കേണ്ടത്. ഇനി അടുത്തത് ഇതൊരു ലീനിയർ കേസാണ്. ബി ഈസ് ഈക്വൽ ടു മ്യൂ സീറോ 1 + i h എന്ന് പറയുന്നത്. അത് ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ റിലേറ്റീവ് പെർമിബിലിറ്റിയുടെ വാല്യൂ മ്യൂ ആർ എന്ന് വെച്ചാൽ എനിക്കറിയാം, നോക്കിയേടാ. മ്യൂ ഈസ് ഈക്വൽ ടു മ്യൂ സീറോ മ്യൂ ആർ എന്ന് മിസ്സിന് ഓൾറെഡി അറിയാം. അങ്ങനെയാണെങ്കിൽ മ്യൂ ആർ എന്ന് പറയുന്നത് മ്യൂ /μ0 ആയിരിക്കും. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 1 + chi എന്നായിരിക്കും കേട്ടോ. മ്യൂ ആർ ഈസ് ഈക്വൽ ടു 1 + chi ഈസ് ഈക്വൽ ടു m/h. വെരി ഇമ്പോർട്ടൻറ്റ്. chi എന്ന് പറയുന്നത് m/h. ഓക്കെ, മാഗ്നറ്റൈസേഷൻ ബൈ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്. ഇത് ഞാൻ പെട്ടെന്നൊരു സ്റ്റോറി പോലെ പറയാവേ. ഇത് ക്ലിയർ ആണോ അറിയില്ല, ബട്ട് ഞാൻ പറയാം. അതായത് മാഗ്നറ്റ്സിനെ ഞാൻ പറഞ്ഞല്ലോ ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഫെറോ ആയിട്ട് തിരിക്കുന്നുണ്ട്. അപ്പം ഇതെന്ന് പറയുന്ന ഡയ ആണ്, ഇത് പാരയാണ്, ഇത് ഫെറോ ആണ്. അപ്പം ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ സ്കൂളിൽ പഠിക്കണത് എങ്ങനെയാണ്? നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുക, ഡയാമാഗ്നറ്റ് ആണ് ഒന്നാമത്, ഇത് പാര, ഇത് ഫെറോ. അപ്പോൾ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഒട്ടും പഠിക്കാത്ത കുട്ടി, കുറേ കുട്ടികളുണ്ടല്ലോ ക്ലാസ്സിൽ, പല കാറ്റഗറി ഓഫ്. അപ്പോൾ ഒട്ടും പഠിക്കാത്ത കുട്ടികളാണ് ഡയാമാഗ്നറ്റിസം. കുറച്ച് ആവറേജായിട്ട് പഠിക്കുക അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാവണം എന്നുള്ള കുട്ടികളാണ് പാരാമാഗ്നറ്റിക്. ഇനി നല്ല പഠിപ്പിസ്റ്റ് കുട്ടികളാണ് ഫെറോ മാഗ്നറ്റിക്. ഇപ്പം ഡയാമാഗ്നറ്റിക്കിൻ്റെ പ്രത്യേകത എന്താ? ഒട്ടും പഠിക്കൂല, അവർക്ക് ബുദ്ധിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ പഠിക്കാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ, അപ്പം ഞാൻ പറയാണ് ബി എന്ന് പറയുന്നതാണ് നമ്മുടെ ക്ലാസ്സിലെ മിസ്സ് ബി, മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ ക്ലാസ് ആയിട്ട് എടുക്കാം. എനിവേ, ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ വീക്ക്ലി അട്രാക്റ്റീവ് ടു ബി ആയിരിക്കും. ഇത് വീക്ക്ലി അട്രാക്റ്റീവ് എന്നാണേ. മാഗ്നറ്റിക് ഫീൽഡിന് വീക്ക്ലി മാത്രം അവർക്ക് പഠിക്കണം അല്ലെങ്കിൽ സ്കൂളിൽ പോകണം. ഇപ്പോൾ ബി എന്ന് പറയുന്ന മിസ്സ് ക്ലാസ് ആയിട്ട് എടുക്കുകയാണ്, സ്കൂളിൽ പോകണം, സ്കൂളായിട്ട് എടുക്കുകയാണ് അല്ലെങ്കിൽ ക്ലാസ് ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഡയാമാഗ്നറ്റിക് കുട്ടികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് ക്ലാസ്സിൽ പോകാൻ താല്പര്യമില്ല. അപ്പോൾ അവർ ക്ലാസ്സുമായിട്ട് വീക്ക്ലി മാത്രമേ അട്രാക്റ്റ് ചെയ്യത്തുള്ളൂ, സ്ട്രോങ്ലി റിപ്പൽ ചെയ്യും, ക്ലാസ്സിൽ പോവണ്ട. പക്ഷേ പാരാമാഗ്നറ്റിക് കുട്ടികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് ക്ലാസ്സിൽ പോകണം, കാരണം അവർക്ക് എങ്ങനെയും ഈ കോഴ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം, പാസ്സാവണം. അപ്പോൾ അവർ സ്ട്രോങ്ലി തന്നെ അട്രാക്റ്റ് ചെയ്ത് പോകുന്നവരാണ്. ഫെറോ എന്ന് പറയുന്നത് ഹൈലി സ്ട്രോങ്ലി അട്രാക്റ്റീവായിട്ട്, കാരണം പഠിപ്പികളാണല്ലോ, അപ്പം എന്താണേലും മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് അട്രാക്റ്റീവാണ്. രണ്ടാമത്തത്, ഇനി നമ്മുടെ ഫീൽഡ് ലൈൻസ് എവിടെ നിന്നാണ് പാസ് ചെയ്യുന്നതെന്ന് അറിയാവോ? ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ വെക്കുകയാണെങ്കിൽ ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ ആ ഒരു ഡയാമാഗ്നറ്റിക് കാര്യം എപ്പോഴും സ്ട്രോങ്ങർ ടു വീക്കിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുക.
അതിൻ്റെ ഫീൽഡ് ലൈൻസ്. അതായത് പഠിത്തത്തിൽ നിന്ന് താഴേക്കാണ് പോകുന്നത് ഡയാമാഗ്നറ്റിക്. ഒട്ടും പഠിക്കത്തില്ല, വീക്കിൽ നിന്ന് സ്ട്രോങ് എന്ന് പറയാനേ പറ്റില്ല, ഒട്ടും പഠിക്കില്ല. അപ്പം നേരത്തെ ഒരു പക്ഷേ സ്ട്രോങ് ആയിരുന്നേക്കാം, അവിടുന്ന് വീക്കിലേക്കാണ് പോകുന്നത്. പാറയാകുമ്പോൾ വീക്കിൽ നിന്ന് സ്ട്രോങ്, കാരണം പഠിക്കണം, സ്ട്രോങ് ആവണം. ഫെറോമാഗ്നറ്റ് എപ്പോഴും സ്ട്രോങ്ങർ റീജിയണിൽ തന്നെയാണ്, സ്ട്രോങ്ങർ റീജിയനാണ്, കാരണം അവർ കുട്ടികൾ പഠിക്കുന്നവരാണ്. ഇനി അടുത്തത് നോക്കിയേ, ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ വെച്ച് കഴിഞ്ഞാൽ ഫീൽഡ് ലൈൻസ് അതിന് ഇങ്ങനെയാണ് വസ്തു ഇരിക്കുന്നതെങ്കിൽ ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ സബ്സ്റ്റൻസിന് കറക്റ്റ് പാരലൽ ഫോമിൽ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് അകത്തൂടെ കയറിപ്പൊക്കോളും. ഓക്കെ, അതായത് സത്യം പറഞ്ഞത് വേറെ രീതി പറഞ്ഞാൽ മീസ്നർ എഫക്റ്റ് ഒക്കെ കേട്ടിട്ടുണ്ടോ? എവിടെ ഒന്ന് കാണിക്കാൻ പറ്റുക? ഓക്കെ, ഇവിടെ ഞാനൊന്ന് നോക്കട്ടെ, ഇവിടെ നോക്കിക്കേ. അതായത് മീസ്നർ എഫക്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡയാമാഗ്നറ്റിസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാവോടാ? ഇതാ മിസ്സിൻ്റെ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. മിസ്സിന് എക്സ്റ്റേണൽ ഫീൽഡ് കൊടുക്കാനുള്ള കഴിവുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനെ കൊണ്ടുവരുന്ന സമയത്ത് അകത്തൂടെ കയറി പോവില്ല, പകരം ഇങ്ങനെ എക്സ്പെല്ല് ചെയ്തേ പോകുള്ളൂ. ഒരിക്കലും ഇതിൻ്റെ അകത്തൂടെ കയറി മാഗ്നറ്റിക് ഫീൽഡിന് പോകാനേ സാധിക്കില്ല. കാരണം ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിന് അതിന് പറയുന്ന പേരാണ് എക്സ്പെൽ മാഗ്നറ്റിക് ഫീൽഡ്. ആ ഒരു എഫക്റ്റിനെ പറയുന്ന പേരാണ് മീസ്നർ എഫക്റ്റ്. ഇത് സൂപ്പർ കണ്ടക്ടിവിറ്റിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടറും ടൈപ്പ് 2 ഒക്കെ MSc പഠിക്കും കേട്ടോ, പഠിച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ അതാണ് ഡയാമാഗ്നറ്റിക്കിൻ്റെ പ്രത്യേകത. അതേസമയം നമ്മുടെ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഫീൽഡ് കുറച്ചൊക്കെ കയറിപ്പോകും, കുറച്ചൊക്കെ എക്സ്പെൽ ചെയ്ത് പോകും, അങ്ങനെ. അതേസമയം ഫെറോ ആണെങ്കിൽ ഫെറോ ഓൾറെഡി നമുക്കറിയാം, ഫെറോ ആണെങ്കിൽ മൊത്തം കയറിപ്പോകും, മാഗ്നറ്റിക് ഫീൽഡ് മുഴുവനായിട്ട് ഈ മെറ്റീരിയൽ കൂടി കയറിപ്പോകും. ഇനി അടുത്ത കേസ് അതായത് പെർമിബിലിറ്റി എപ്പോഴും <1 ആണ്. പെർമിബിലിറ്റി നമുക്ക് റാങ്കായിട്ട് വിചാരിക്കാം, ഒരിക്കലും ഇവർക്ക് ഫസ്റ്റ് കിട്ടത്തേ ഇല്ല. അപ്പം <1 ആണ്, ഫസ്റ്റ് റാങ്ക് പോയിട്ട് ഒട്ടുമില്ല, ഒരു റാങ്കും കിട്ടാൻ സാധ്യതയില്ല. ഇവർക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് റാങ്ക് ഒന്നും കിട്ടില്ല, ഫസ്റ്റ് റാങ്ക് വേണമെങ്കിൽ കിട്ടും, പക്ഷേ നമുക്ക് പറഞ്ഞാൽ കുറച്ചും കൂടെ സ്മോൾ റാങ്ക് കിട്ടാനാണ് ചാൻസ്. കാരണം പാരാമാഗ്നറ്റിക് എന്ന് വെച്ചാൽ ഭയങ്കര പഠിപ്പികളല്ല, പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഫസ്റ്റ് റാങ്കിന് വേണമെങ്കിൽ നമുക്ക് പറയാം, പക്ഷേ കുറച്ച് സ്മോളാണ്. ഇവിടെ എന്താണെങ്കിലും ഫസ്റ്റ് റാങ്കിനേക്കാളും കൂടുതലായിരിക്കും, അല്ലെങ്കിൽ >1 എന്നൊന്ന് ജസ്റ്റ് ചുമ്മാ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഒന്നാമത്തെ റാങ്കിനെക്കാട്ടില്ല, അതിനപ്പുറം വേറെ ഏതെങ്കിലും റാങ്ക് വിളിക്കേണ്ടി വരും, അത്ര പഠിപ്പികളാണെന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് കംപ്ലീറ്റ്ലി ലൂസ്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഡയാമാഗ്നറ്റിൻ്റെ അടുത്ത് നിന്ന് മാഗ്നറ്റിക് ഫീൽഡിനെ മാറ്റിക്കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ഇപ്പോൾ നമ്മൾ പറയാം പഠിക്കാത്ത കുട്ടികൾ ക്ലാസ്സിൽ മിസ്സ് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യുമോ? ഇല്ല, മൊത്തം അവർ നഷ്ടപ്പെടുത്തും മാഗ്നറ്റിക് ഫീൽഡ്. അല്ലെങ്കിൽ ആകെ ഒന്നും പഠിച്ചിട്ടില്ല, മിസ്സ് ക്ലാസ് എടുത്തത് അവിടെ ഇവിടെയും കേട്ടതേ ഉള്ളൂ, അത് മൊത്തം കളയും. കംപ്ലീറ്റ്ലി ലൂസ് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് മാറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാഗ്നറ്റ് അതിൻ്റെ അടുത്തുനിന്ന് മാറ്റിക്കഴിഞ്ഞാൽ എല്ലാം പോയി. പക്ഷേ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് കുറച്ചൊക്കെ റീറ്റെയിൻ ചെയ്യും. മാഗ്നറ്റിസം അതിൻ്റെ അടുത്തുനിന്ന് മാഗ്നറ്റിക് ഫീൽഡ് അതിൻ്റെ അടുത്തുനിന്ന് മാറ്റിക്കഴിഞ്ഞാലും കുറച്ചൊക്കെ ആ മാഗ്നറ്റൈസ്ഡ് ആയിട്ട് തന്നെ കുറച്ച് നേരം നിൽക്കും. പക്ഷേ ഫെറോ മാഗ്നറ്റ്സിന് ഒന്നും സംഭവിക്കില്ല, കാരണം ഫെറോ മാഗ്നറ്റ് കൊണ്ടുവന്നാലും ഇല്ലെങ്കിലും പെർമനൻറ്റ് മാഗ്നറ്റുകളാണ്, അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല കേട്ടോ. ഇനി സസസിബിലിറ്റി എന്ന് പറയുന്നത് ഡയാമാഗ്നറ്റിന് നെഗറ്റീവാണ്, പക്ഷേ നമ്മുടെ പാരയ്ക്ക് പോസിറ്റീവുമാണ്, ചെറുതുമാണ്. ഇനി അടുത്തത് ഫെറോയ്ക്ക് പോസിറ്റീവും ലാർജുമാണ്. ഇനി ഒരു കാര്യം ഓർത്തേ, ഇനി അപ്പം മിസ്സ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പം ഡയാമാഗ്നറ്റിക് കുട്ടികൾക്ക് എല്ലാം തന്നെ ലൂസ് ചെയ്തു, മാഗ്നറ്റിക് ഫീൽഡ് മൊത്തം പോയി. പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് കുറച്ചൊക്കെ റീറ്റെയിൻ ചെയ്തു, ഫെറോ മൊത്തവും പോയി. ഇനി പിറ്റേ ദിവസം മിസ്സ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ് കേട്ടോ. ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുമ്പോൾ ഒന്നും അറിയില്ല. അപ്പോൾ ആർക്കും ഒന്നും അറിയത്തില്ലെങ്കിൽ മിസ്സ് എന്ത് ചെയ്യും? ദേഷ്യപ്പെടുമ്പോൾ മിസ്സിൻ്റെ ടെമ്പറേച്ചർ കൂടും. ഇനി മിസ്സ് ദേഷ്യപ്പെട്ട് അടിച്ച് തല്ലി കൈ ഒടിച്ചാൽ പോലും ഡയാമാഗ്നറ്റിക് കുട്ടികൾക്ക് ഒരു കൂസലും ഇല്ല. അതാണ് ഇൻഡിപെൻഡൻ്റ് ഓഫ് T. ഡയാമാഗ്നറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നേയില്ല. ടെമ്പറേച്ചർ കൂട്ടിയാലും ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിന് ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല, ടെമ്പറേച്ചർ കുറച്ചാലും. ഇപ്പോൾ ചുമ്മാ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ വേണ്ടി മിസ്സൊരു പൊട്ടത്തരം പറയാം. ഇപ്പോൾ ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിനെ എടുത്തിട്ട് ഞാൻ നന്നായിട്ട് കൂടി ഹീറ്റ് കൊടുക്കുകയാണ്, ചൂടാക്കിയാൽ അത് ഉരുകാനൊന്നും പോകുന്നില്ല, പകരം അത് ഡയാമാഗ്നറ്റായിട്ട് തന്നെ അങ്ങ് നിൽക്കും, ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല. അതേസമയം പാരാമാഗ്നറ്റും ഫെറോ മാഗ്നറ്റും ടീച്ചറിൻ്റെ ടീനെ അല്ലെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ടീച്ചർ ദേഷ്യപ്പെട്ടാൽ അവർക്ക് വിഷമമാകും. അപ്പോൾ ടീച്ചർ ദേഷ്യപ്പെടുന്നതാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ അവർ പഠിച്ചുകൊണ്ട് വരും. അപ്പോൾ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. വെരി വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു.
ഇനി അടുത്ത് എം മാഗ്നറ്റിക് മൊമെൻറ്റ് 0 ആയിരിക്കും. ഇവിടെ രണ്ടിടത്തും നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. കുറച്ച് എക്സാമ്പിൾസ് നോക്കിയേ, ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഞാനൊന്ന് വായിക്കാം. ഡയാമാഗ്നറ്റിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ലെഡ്, കോപ്പർ, സോൾട്ട്, NaCl, പിന്നെ നമ്മൾ കുടിക്കണ വെള്ളം, അതൊക്കെ ഡയയാണ്. അതുപോലെ തന്നെ പാരാമാഗ്നറ്റിക്സ് അലൂമിനിയം, കാൽസ്യം ഒക്കെ. പെർമനൻ്റ് എന്ന് പറയുമ്പോൾ ആൽനിഗോ, സോഫ്റ്റ്, അയൺ, സ്റ്റീൽ. കൂടുതലും നമുക്കറിയാമല്ലോ സ്റ്റീൽ എന്നൊക്കെ പറയുന്ന ഒരു മാഗ്നറ്റ് നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ നമ്മൾ ചെയ്ത് നോക്കില്ലേ, പണ്ടൊക്കെ കാന്തം ഭയങ്കര എല്ലായിടത്തും നമ്മൾ കളിക്കുന്നിടത്തുണ്ടായിരുന്നൊരു സംഭവമാണ് കാന്തം. നമ്മൾ ചില സ്റ്റീലിൻ്റെ ഒക്കെ മെറ്റീരിയൽ കൊണ്ട് അത് തൊടുമ്പം തന്നെ ഒരു സൗണ്ടോടെ അതിങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കും. അപ്പം അതൊക്കെ ശരിക്കും അതൊക്കെ അയണാണ്. ആ അള്ളി പിടിച്ചിരിക്കുന്ന സംഭവമൊക്കെ അയൺ, സ്റ്റീലൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഫെറോ മാഗ്നറ്റുകളാണ് എന്നുള്ളതാണ്. പിന്നെ നോക്കേണ്ടതാണ് ക്യൂരി ടെമ്പറേച്ചറും നീൽസ് ടെമ്പറേച്ചറും. ക്യൂരി ടെമ്പറേച്ചർ ഞാൻ പറഞ്ഞല്ലോ, ഫെറോ ആണെങ്കിലും അതുപോലെ തന്നെ പാരയാണെങ്കിലും പാരാമാഗ്നറ്റുകളാണെങ്കിലും ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം ക്യൂരി ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചറാണ്. ഈ ടെമ്പറേച്ചറിന് എബോവ് ആയിക്കഴിഞ്ഞാൽ ഫെറോ മാഗ്നറ്റുകൾ സ്റ്റോപ്സ് ബീൻ മാഗ്നറ്റ്. ഓക്കെ, അതവിടെ നിൽക്കില്ല. അതായത് ക്യൂരി ടെമ്പറേച്ചറിന് താഴെയാണെങ്കിൽ മെറ്റീരിയൽ എപ്പോഴും ഫെറോ മാഗ്നറ്റിക് ആയിരിക്കും. ഇനി ക്യൂരി ടെമ്പറേച്ചറിന് അധികമാണെങ്കിൽ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടി കാണിക്കും. ഒന്ന് ശ്രദ്ധിച്ചേ, ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ട്, ആ ടെമ്പറേച്ചറിനെ ഞാൻ പറയുന്നതാണ് ക്യൂരി ടെമ്പറേച്ചർ. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ ഞാൻ വെറുതെ പറയുകയാണ് ക്യൂരി ടെമ്പറേച്ചർ 5 കെൽവിൻ ആണെന്ന് വിചാരിക്കുക. അത്രേ കൊടുക്കാൻ പാടുള്ളൂ. 5 കെൽവിനേക്കാളിലും കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ ഫെറോക്കാർ, പെർമനൻറ്റ് മാഗ്നറ്റൈസ്ഡ് ആയിട്ട് ഇരിക്കുന്നവർ പാരയായിട്ട് മാറും, പാരാമാഗ്നറ്റുകളായിട്ട് മാറും. ഇനി നീൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താ? ദ ടെമ്പറേച്ചർ എബവ് വിച്ച് ആൻ ആൻറ്റി ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ സ്റ്റോപ്സ് ബീൻ ആൻറ്റി ഫെറോ. അതായത് ഈ നീൽ ടെമ്പറേച്ചറിന് എബവ് കൊടുത്തു കഴിഞ്ഞാൽ ആൻറ്റി ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആൻറ്റി ഫെറോ പ്രോപ്പർട്ടി സ്റ്റോപ്പ് ചെയ്യും. ബിലോ നീൽ ടെമ്പറേച്ചർ ആണെങ്കിൽ ആൻറ്റി ഫെറോ മാഗ്നറ്റ് മെറ്റീരിയൽ ആൻറ്റി ഫെറോ ആകും. എബവ് ആണെങ്കിൽ അത് പാരാമാഗ്നറ്റ് ആകും. ആൻറ്റി ഫെറോ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, ഇതിൽ ആഡ് ചെയ്യാൻ ഞാൻ മറന്നുപോയി. ഒരു കാര്യം ഒന്ന് ഓർത്തോണം, ക്യൂരി ടെമ്പറേച്ചറിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ ഫെറോ മാഗ്നറ്റ്സ് പാരാമാഗ്നറ്റ്സ് ആയിട്ട് ബിഹേവ് ചെയ്യും. ഇനിയും ക്യൂരി ടെമ്പറേച്ചറിന് താഴെയാണെങ്കിൽ അത് ഫെറോ ആയിട്ട് തന്നെ ഇരിക്കും. ഇനി നീൽ ടെമ്പറേച്ചറിന് കൂടുതലാണ്, നീൽ ടെമ്പറേച്ചർ വളരെ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? ആൻറ്റി ഫെറോ ആയിട്ടുള്ള ആൾക്കാർ പാരാമാഗ്നറ്റായിട്ട് മാറും. അപ്പോൾ എന്ത് എബോവ് കൊടുത്താലും പാരയായിട്ട് മാറും എന്ന് വിചാരിക്കുക. ഞാൻ എന്ത് എബോവ് കൊടുത്താലും അവരൊക്കെ എനിക്ക് പാരയായിട്ട് വരും എന്ന് ഓർത്താൽ മതി. പാര. ഇനിയും പാരാമാഗ്നറ്റ്. അപ്പം ഞാൻ ജസ്റ്റ് പാര എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനിയും ബിലോ ആണെങ്കിൽ അത് ആൻറ്റി ഫെറോ ആയിട്ട് തന്നെ ഇരിക്കും. ഫെറി എന്താന്ന് പറയാം, ഫെറോയും ആൻറ്റിയും എന്താന്ന് പറയാം കേട്ടോ. ഫെറി എന്താന്ന് പറയാം. ഈ ഒരു ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് വരച്ച് വെക്കണം, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം. ഇപ്പം ഒരു വടിയേന്ന് ഇങ്ങനെ, അതാണ് ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഒരു ക്ലൂ. ഒരു വടിയേന്ന് ഇങ്ങനെ ഒരു സംഭവമാണെങ്കിൽ അത് പാരാമാഗ്നറ്റിക് ആണ്. കാരണം ഗ്രാഫ് ചോദിക്കും ഗേറ്റിന്. കണ്ടോ, ഇത് പാരാമാഗ്നറ്റിക് ആണ്. ഈ ഒരു ഭാഗം കണ്ട്, ഈ ഒരു റീജിയൻ, അതായത് TC എന്ന് വെച്ചാൽ ക്രിട്ടിക്കൽ, അല്ലെങ്കിൽ എന്തായിരുന്നു നമ്മൾ ക്യൂരി ടെമ്പറേച്ചർ. ഇപ്പോൾ T എന്ന് പറയുന്നത് ലെസ് ദാൻ ക്യൂരി ടെമ്പറേച്ചർ ആകുമ്പോൾ ഈ ഭാഗം ഫെറോയും, ഗ്രേറ്റർ ദാൻ ആകുമ്പോൾ ഈ ഭാഗം പാരയോ ആകും, പാരാമാഗ്നറ്റിക്. ഇനി ഡയാമാഗ്നറ്റിക് ടെമ്പറേച്ചറും സസസിബിലിറ്റിയും തമ്മിലുള്ള, സസസിബിലിറ്റി എന്ന് പറയുന്നത് മെറ്റീരിയലിൻ്റെ മാഗ്നറ്റിസത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ഡയ എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. പാരാമാഗ്നറ്റിക് ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു വടിയുണ്ട്, അതിലിങ്ങനെയെന്ന് ഓർക്കുക. അപ്പോൾ പാരാമാഗ്നറ്റിക്. ഫെറോയും ഒരു മിനിറ്റ്, ഇത് ഫെറോയും ഏകദേശം ഈ ഒരു റേഞ്ച് തന്നെ വരും. അതായത് കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് പാര, ഇവിടുന്ന് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് ഫെറോ. ഇനി ആൻറ്റി ഫെറോ എന്ന് വെച്ചാൽ ഈ ഒരു രീതിയിൽ. ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ പഠിക്കണമെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. ജസ്റ്റ് ഞാൻ ഇത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. പിന്നെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇങ്ങനെ, അതായത് നെഗറ്റീവ്, ഇതിപ്പോൾ ടെമ്പറേച്ചറാണ് കൊടുക്കുന്നതെങ്കിൽ നെഗറ്റീവിലേക്ക് പോകുന്നത് ആൻറ്റി ഫെറോ ആണ്. ആൻറ്റി ഫെറോ ഒറിജിനിലേക്ക് വരുന്നത് പാരയും, അതിന് ശേഷം ഫെറോയും ആയിരിക്കും വരിക. ഓക്കെ, ഇത് ആൻറ്റി ഫെറോ. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ ഒന്ന് സസസിബിലിറ്റി ഒന്ന് പഠിച്ചു വെക്കുക. പാരാമാഗ്നറ്റിക് ആണെങ്കിൽ സസസിബിലിറ്റി വളരെ സിമ്പിളാണ്, C/T. ഫെറോ ആണെങ്കിൽ സസസിബിലിറ്റി C/T-TC. ഫെറോയുടെ കേസിൽ ക്യൂരി ടെമ്പറേച്ചർ നമ്മൾ വരും. ക്യൂരി ടെമ്പറേച്ചറിന് കൂടുതലാണെങ്കിൽ പാരയും, കുറവാണെങ്കിൽ ഫെറോയും. അപ്പോൾ C/T-TC. ആൻറ്റി ഫെറോ ആണെങ്കിൽ C/T+TN. കാരണം എന്താ, ഇവിടെ നീൽസ് ടെമ്പറേച്ചറാണ് വരുന്നത്. അപ്പോൾ C/T അത് മാറി മാറി വരും, പ്ലസ് ആണ് വരിക കേട്ടോ. അപ്പോൾ എന്തിനൊക്കെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്, Tക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് കിട്ടി.
ഇത് നേരത്തെ വരച്ചാണ്ട്, ഇത് ഞാൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞു. രണ്ടും ഇങ്ങനെ ഒരുമാതിരി ഒരുപോലെ തന്നെയാണ്. ഇത് പാരാമാഗ്നറ്റും ഇതിൽ കൂടെ ഇങ്ങനെ ഒരു രീതിയിലാണ് ഫെറോ മാഗ്നറ്റും. അപ്പോൾ ഈ ഗ്രാഫ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ, മെസ്സേജ് ചെയ്തേക്കണത്. ഇത് രണ്ടും ഒന്ന് സെപ്പറേറ്റ് ഒന്ന് നോക്കണേ. ഫെറോ മാഗ്നറ്റിസം പാരയും ശരിയാണോ എന്ന് ഒരു ഡൗട്ട് അവിടെ വരച്ചേക്കുന്നത്. ഓക്കെ, ഇനിയും ആൻറ്റി ഫെറോ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ, കാരണം ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അഡീഷണൽ കയറ്റാം. അതിന് മുമ്പായിട്ട് നോക്കി ക്വസ്റ്റ്യൻ നോക്കി. ഒരു പാരാമാഗ്നറ്റിക് ഗ്യാസ് അറ്റ് റൂം ടെമ്പറേച്ചർ ഈസ് പ്ലേസ്ഡ് ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഒരു പാരാമാഗ്നറ്റിക് ഗ്യാസ്, പാരാമാഗ്നറ്റ് എന്ന് പറയുമ്പോൾ പാരാമാഗ്നറ്റിക് മെറ്റീരിയലിനെ ഞാൻ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ ബിയിൽ കൊണ്ടുവച്ചേക്കുവാണ്. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് 1.5 ടെസ്ലയാണ്. ഈച്ച് ആറ്റം ഓഫ് ദി ഗ്യാസ് ഹാസ് എ മാഗ്നറ്റിക് മൊമെൻറ്റ് മ്യൂ ഉണ്ട്, മ്യൂ തന്നിട്ടുമുണ്ട്, വേറെ മ്യൂ ബി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് ഇൻ എനർജി മാത്രമാണ് നോക്കേണ്ടത്. ഡിഫറൻസ് ഇൻ എനർജി വെൻ ആൻ ആറ്റം ഇസ് അലൈൻഡ് അലോങ് ദ ബി ആൻഡ് ഓപ്പോസിറ്റ് ടു ഇറ്റ്. ബി ആൻഡ് ഓപ്പോസിറ്റ് ടു ഇറ്റിൽ അലൈൻ ചെയ്യുന്ന ആറ്റത്തിൻ്റെ, അതായത് ആൻറ്റി പാരലലായിരിക്കും. അല്ല, ബി ഓക്കെ എലോങ് ദ ബി എന്ന് വെച്ചാൽ സെയിം ഡിറക്ഷനും ഉണ്ട് ഓപ്പോസിറ്റ്. അപ്പോൾ പാരലലും ആൻറ്റി പാരലലും ആയിരിക്കണം അല്ലേ? ഓക്കെ, ഒന്നും വിചാരിക്കേണ്ട, ഇത് തന്നെ അങ്ങ് പഠിച്ചു വെക്കണം. യു ആണ് ചോദിച്ചേക്കുന്നത്, ദാറ്റ് ഈസ് എനർജിയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ മ്യൂ ബി, അല്ലെങ്കിൽ മ്യൂ ബി ഡോട്ട് ബി. മ്യൂ എന്ന് മൈനസ് ഇങ്ങനെ പഠിച്ചാൽ മതി, മൈനസ് മ്യൂ ബി ഡോട്ട് ബി. ഇനി അലൈൻ ചെയ്തേക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അവിടെ ആംഗിളിൻ്റെ കാര്യം വരും. സ്ട്രെയിറ്റ് ആയിട്ട് അലൈൻ ചെയ്തേക്കുന്നു, അല്ലെങ്കിൽ പാരലായിട്ട് അലൈൻ ചെയ്തേക്കുന്നു, അല്ലെങ്കിൽ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ബിയിൽ അലൈൻ ചെയ്തേക്കുന്നു ഒക്കെ പറയുമ്പോൾ തീറ്റ, കോസ് തീറ്റ എപ്പോഴും ഓർത്തോണേടാ. പാരലായിട്ടാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്, തീറ്റയെങ്കിൽ 0 ആണ്. അപ്പോൾ മൈനസ് മ്യൂ ബി ബി കോസ് 0 എന്ന് വെച്ചാൽ 1 ആണ്. അപ്പോൾ മൈനസ് മ്യൂ ബി ഡോട്ട് ബി എന്ന് വെച്ചു. ഇനി ഇപ്പോൾ ആൻറ്റി ആയിട്ടാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്, തീറ്റയുടെ വാല്യൂ 180 ആണ്. കോസ് 180 എന്ന് വെച്ചാൽ -1 ആണ്. -1ഉം ഈ -1ഉം ഇവിടെ വരാൻ പോകുന്ന -1 പ്ലസ് ആയി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി, ആൻറ്റി മൈനസ് ഇവിടെ യു ആൻറ്റി മൈനസ് യു പാരലൽ. യു ആൻറ്റി എന്ന് പറയുന്നത് ഇവിടെ എഴുതാനുണ്ട്, മ്യൂ ബി ബി മൈനസ് മ്യൂ ബി ഡോട്ട് ബി. അതായത് എൻ്റെ മക്കൾ നോക്കിയേ, ഇതണ്ടേ ഈ മ്യൂ ബി ബി മൈനസ് മ്യൂ ബി ബി. ഓക്കെ, അപ്പം 2 മ്യൂ ബി ഡോട്ട് ബി എന്ന് കിട്ടും. ഇനി മ്യൂ ബി എന്ന് പറയുന്നത് ഓൾറെഡി അവർ തന്നിട്ടുണ്ട്, എത്രയാണ്, ബിയും തന്നിട്ടുണ്ട്, ഇൻറ്റു ചെയ്യാം. അപ്പം അതായത് ഇവിടെ ചോദിച്ചേക്കുന്നത് കണ്ടോ, രണ്ട് സംഭവം തന്നേക്കുന്നതുകൊണ്ടാണ്. എലോങ് ദ ബിയും ഉണ്ട്, ഓപ്പോസിറ്റും ഉണ്ട്, പാരലലും ഉണ്ട്, ആൻറ്റി പാരലലും ഉണ്ട്. അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ ഇനി ഇങ്ങനെ ചെയ്യേണ്ട, ജസ്റ്റ് ഓർത്താൽ മതി, പാരലൽ ആൻഡ് ആൻറ്റി പാരലൽ എന്ന് പറയുമ്പോൾ യു ഇസ് ഈക്വൽ ടു 2 ടൈംസ് ഓഫ് മ്യൂ ബി ബി എന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയലാണ്. എനർജി ഡിഫറൻസ് ആണെന്ന് തോന്നുന്നു കണ്ടുപിടിക്കേണ്ടത്, ബിറ്റ്വീൻ സ്പിൻ മാഗ്നറ്റ് ആൻഡ് ആൻറ്റി പാരലൽ ടു എക്സ്റ്റേണൽ ഫീൽഡ്. അത് ജസ്റ്റ് ഫോർ എ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ സ്പിൻ മാഗ്നറ്റ് ഡൈപോൾ ആൻഡ് ആൻറ്റി പാരലൽ. അപ്പോൾ അതാണിപ്പം ഞാൻ പറഞ്ഞില്ലേ 2 ടൈംസ് ഓഫ്. ഇതെങ്ങനെ വന്നു എന്നുള്ളതാണ് നേരത്തെ സെയിം ക്വസ്റ്റ്യൻ തന്നെ, പക്ഷേ മ്യൂ ബിയുടെയും ബിയുടെയും ഒന്നും വാല്യൂ തന്നിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എച്ചിൻ്റെ പ്രസൻസ് വന്നിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പലതരത്തിലുള്ള ഇക്വേഷനുണ്ട്. എച്ചിൻ്റെ പ്രസൻസ് വരുമ്പോൾ എങ്ങനെ മാറും എന്ന് നോക്കിയേടാ. എച്ചിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഇതാണ് ഇക്വേഷൻ, യു ഇസ് ഈക്വൽ ടു മൈനസ് മ്യൂ ബി ഡോട്ട് മ്യൂ 0. അതായത് മ്യൂ ബി ബി ആണ് നമ്മുടെ ഇക്വേഷൻ. ഈ ബിക്ക് പകരം എച്ച് തന്നിട്ടുണ്ട്. എച്ച് ഗിവൺ ആണെങ്കിൽ മ്യൂ ബി മ്യൂ 0 എച്ച് എന്ന് എഴുതുക. കോസ് തീറ്റ എന്താണെങ്കിലും അവിടെ അലൈൻ ചെയ്യണം, പാരലൽ ആൻറ്റി പാരലൽ എന്ന് പറയുമ്പോൾ. അപ്പോൾ പാരലൽ ആണെങ്കിൽ തീറ്റ 0 ആണ്, ആൻറ്റി പാരലൽ ആണെങ്കിൽ 180 ആണ്. അപ്പോൾ അതനുസരിച്ച് മാറും. എന്നിട്ട് മൈനസ് ചെയ്താൽ മതി. എൻ്റെ മക്കൾക്ക് മനസ്സിലായോ? ബി എച്ച് തന്നിട്ടുണ്ട്, ഇതാണ് നോർമൽ ഇക്വേഷൻ. എച്ച് ആണ് ഗിവൺ ആയിട്ടുള്ളതെങ്കിൽ എൻ്റെ ഇക്വേഷൻ ഇങ്ങനെ മാറും. ഓക്കെ, ഇനിയും പാരലൽ ആൻറ്റി പാരലൽ എന്ന് തന്നിട്ടുണ്ടോണ്ട് കോസ് തീറ്റയുടെ വാല്യൂ അവിടെ വരും. എന്നിട്ട് അതെടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ 2 ടൈംസ് ഓഫ് നേരത്തെ കിട്ടിയതുപോലെ കിട്ടും. എച്ച് വരുവന്നേ ഉള്ളൂ, മ്യൂ 0യും എച്ചും വരുവന്നേ ഉള്ളൂ. ഇനി അടുത്ത നോക്കിയേ, ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ സസസിബിലിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ എപ്പോഴും ഓർത്തോണം, ഇങ്ങനെയാണ് ഡയാമാഗ്നറ്റിൻ്റെ സസസിബിലിറ്റി റേഞ്ച് മാറുന്നത് -10⁻⁻5 തൊട്ട് -10⁻⁷ വരെയാണ്. ഹോംവർക്ക് ബാക്കി മെറ്റീരിയലിൻ്റെ ഒന്ന് നോക്കണം, സസസിബിലിറ്റിയുടെ റേഞ്ച്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? -10⁻⁵ ആണ്. കാരണം 10⁻⁷ വരില്ല, കാരണം നെഗറ്റീവ്, ഇവിടുത്തെ ഡിറക്ഷന് വ്യത്യാസമുണ്ട്. നെഗറ്റീവ് തന്നിട്ടുണ്ടായിരുന്നു, ഇത് രണ്ടും വന്നേനെ. നെഗറ്റീവ് തരാത്ത പക്ഷം ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് ഒരു സോളിഡ് മെറ്റീരിയൽ ആണ്, ഇസ് ഫൗണ്ട് ടു ഹാവ് എ ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻറ്റ് മാഗ്നറ്റിക് സസസിബിലിറ്റി. അതായത് ഒരു സോളിഡ് മെറ്റീരിയൽ ആണ്, അതിൻ്റെ പ്രത്യേകത സസസിബിലിറ്റി ഇൻഡിപെൻഡൻ്റ് ആണ്, ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻറ്റ് മാഗ്നറ്റിക് സസസിബിലിറ്റി. അപ്പോൾ ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരേ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ഉള്ളൂ, ഡയാമാഗ്നറ്റുകളാണ്. ഇതിലേതാണ് കറക്റ്റ്? സി ഈസ് പോസിറ്റീവ്, ദ മെറ്റീരിയൽ ഈസ് ഡയാമാഗ്നറ്റ്. സി ഈസ് പോസിറ്റീവ്,
and the material is ferromagnetic. C is negative, the material could be type 1 superconductor. ഇതാണ് കറക്റ്റ്. കാരണം ഡയാമാഗ്നറ്റിൻ്റെ കേസ് എന്ന് വെച്ചാൽ ടൈപ്പ് 1 സൂപ്പർ, അത് നമ്മൾ അടുത്ത സെക്ഷനിൽ പഠിക്കും കേട്ടോ. അപ്പോൾ ഇത് ഡയാമാഗ്നറ്റിക്കും ആണ്, ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സും ആണ്. അപ്പോൾ ഒരു മെറ്റീരിയൽ എന്താണ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മെറ്റീരിയൽ കുഡ് ബി ടൈപ്പ് 1 ആണ്. സി എന്ന് പറയുന്നത് നെഗറ്റീവും ആണ്. ഇക്വേഷൻ psi is equal to C/T എന്ന് പറഞ്ഞുല്ലോ. സി എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ക്യൂരി കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ആൻറ്റി ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ കുറിച്ചും ഫെറി മാഗ്നറ്റിനെ കുറിച്ചും പറഞ്ഞുതരാമെന്ന്. അപ്പോൾ ആൻറ്റി ഫെറോ സബ്സ്റ്റൻസ് ഇത് മിസ്സിൻ്റെ പ്ലസ് ടുവിലെ നോട്ടാണ് കേട്ടോ. അപ്പോൾ പ്ലസ് 2 തൊട്ടേ നമ്മൾ പഠിക്കുന്നുണ്ട്. ആൻറ്റി ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കൂ. സബ്സ്റ്റൻസ് വിച്ച് ആർ എക്സ്പെക്റ്റഡ്, ഒരു മിനിറ്റ്, ഓക്കെ, സബ്സ്റ്റൻസ് വിച്ച് ആർ എക്സ്പെക്റ്റഡ്, ഞാൻ വായിക്കാം. സബ്സ്റ്റൻസ് വിച്ച് ആർ എക്സ്പെക്റ്റഡ് ടു ബി ഇൻ പാരാമാഗ്നറ്റിക് ഓർ ഫെറോ മാഗ്നറ്റിക്. ഓക്കെ, നമ്മൾ ഇത് പെട്ടെന്നൊന്ന് എഴുതിയെടുത്തോ. ടു ബി പാരാമാഗ്നറ്റായിട്ടോ ഫെറോ മാഗ്നറ്റായിട്ടോ നമ്മൾ ഇവരെ എക്സ്പെക്റ്റ് ചെയ്യും. പക്ഷേ ആക്ച്വൽ ഹാവ് 0 നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റുകളായിരിക്കും. അതായത് m=0 ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുക. m=0 ആക്ച്വലി ഡയാമാഗ്നറ്റുകൾക്കല്ലേ. അങ്ങനെയുള്ള ആൾക്കാരെയാണ് ശരിക്കും ആൻറ്റി ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫെറോ ആയിട്ടോ പാരോ ആയിട്ടോ തോന്നാം. പക്ഷേ അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് m=0 ആയിരിക്കും. ഇറ്റ് അറൈസ് ഡ്യൂ ടു ദ അലൈൻമെൻറ്റ് ഓഫ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. അതായത് അൺപെയർഡ് ഇലക്ട്രോൺസ് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ അലൈൻ ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ഉണ്ടാവുക. നോക്കിയേ, അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഒരെണ്ണം മേളിലോട്ട്, ഒരു അൺപെയർഡ് ഇലക്ട്രോൺ മേളിലോട്ടാണെങ്കിൽ ഒരെണ്ണം താഴോട്ട്. അപ്പോൾ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ അലൈൻ ചെയ്യുന്നത് കൊണ്ടാണ് ഈ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ഓഫ് അൺപെയർഡ് ഇലക്ട്രോണുകളുടെ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ അലൈൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ഉണ്ടാവുക. എക്സാമ്പിൾ Mn02 ആണ്. ഇനി ഫെറി മാഗ്നറ്റും ഇതുപോലെ തന്നെ നമ്മൾ പാരാമാഗ്നറ്റായിട്ടോ ഫെറോ മാഗ്നറ്റായിട്ടോ വിചാരിക്കുന്നത്. പക്ഷേ അതിൻ്റെ സ്മോൾ നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് 0 ആണ്. ഇത് അലൈൻ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അൺപെയർഡ് ഇലക്ട്രോൺ സെയിം ഡിറക്ഷനിലേക്കാണ് പോകുന്നത്. ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ഓക്കെ ഇത് ഈക്വൽ നമ്പേഴ്സിലായിരിക്കും പോകുന്നത്. അതായത് 1, 2, അതായത് എത്ര എണ്ണം മേളിലോട്ടുണ്ടോ അത്രയും തന്നെ താഴോട്ട്. ഇവിടെ അൺഈക്വൽ നമ്പേഴ്സ് ആയിരിക്കും. എത്ര എണ്ണം മേളിലോട്ടുണ്ടോ അതിൻ്റെ അത്രയും തന്നെ താഴേക്ക് വരില്ല. അതാണ് കേട്ടോ. സെയിം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് രണ്ടിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റുകൾ പോകുന്നത്, അൺപെയർഡ് മൊമെൻറ്റുകൾ പോകുന്നത്. പക്ഷേ സെയിം നമ്പർ ഈക്വൽ നമ്പറായിട്ട് മാറും. Fe3O4 ആണ് ഫെറി ആകുമ്പോൾ Fe3O4. ഫെറി എന്ന് പറയുമ്പോഴേ അവിടെ അയണിൻ്റെ എന്തെങ്കിലും ഒരു സാന്നിധ്യം വരണം. Fe3O4. ഇത് MnO2. ഇത് നോക്കിയാൽ ഡയ ആകുമ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഉപ്പ് NaCl ബെൻസീനൊക്കെ ഡയ ആണ്. പാരാമാഗ്നറ്റ് എന്ന് പറയുമ്പോൾ O2 ഓക്സിജന് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഫെറോ എന്ന് പറയുമ്പം നമ്മുടെ അയണ്, കൊബാൾട്ട്, നിക്കൽ അങ്ങനെ. ഓക്കെ, അപ്പം അൺപെയർഡ് ഇലക്ട്രോൺസിൻ്റെ അലൈൻമെൻറ്റിൻ സെയിം ഡിറക്ഷനിൽ അലൈൻ ചെയ്യുന്നതാണെങ്കിലാണ് ഫെറോ. അതിൽ നിന്നാണ് പിന്നെ ആൻറ്റിയും ഫെറിയും വന്നേക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കും. അപ്പോൾ ആൻറ്റി ഫെറോ മാഗ്നറ്റിൻ്റെ പ്രത്യേകത എന്താ? ആൻറ്റി ഫെറോ മാഗ്നറ്റ് നീൽ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ ഈ വസ്തുവിനെ നമുക്ക് പാരാമാഗ്നറ്റായിട്ട് മാറ്റാൻ പറ്റും. ഇത്രയും ഒന്ന് ഓർക്കുക.